അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. അതൊരു സങ്കല്പിച്ചാൽ മാത്രം മതി. ഒരു മനുഷ്യൻ ജിമ്മുണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്ത്. ഇപ്പം മെമ്പർഷിപ്പ് എടുക്കും, എന്നിട്ട് വല്ലപ്പോഴൊക്കെ അവിടെ പോകും. പോയിട്ട് പുറത്തുള്ള അവിടെയുള്ള ഒരു കാഷ്യറിൻ്റെ അടുത്തും അവിടുത്തെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തൊക്കെ കുറച്ച് സംസാരിച്ച് അവിടെ കുറേ സ്വറ പറഞ്ഞിട്ട് മടങ്ങി വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ശരി, ഇങ്ങനെ ഒരു കൊല്ലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയത് കൊണ്ട് മാത്രം ആ മനുഷ്യൻ്റെ മസിലുകൾ വലുതാകാൻ പോകുന്നില്ല. ആ മനുഷ്യനെ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡി ഫിറ്റാകാൻ പോകുന്നില്ല. ഒരു ഗുണമില്ല. പക്ഷെ എല്ലാ ദിവസവും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ കാശ് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. എല്ലാം സത്യമാണ്. അവിടുത്തെ കാഷ്യറായിട്ടൊക്കെ നല്ല പരിചയമുണ്ട്, നല്ല ബന്ധമുണ്ടായിട്ട്. പക്ഷെ ആ ജിമ്മിലൂടെ നേടേണ്ട ഗുണം അദ്ദേഹത്തിന് നേടിയിട്ടില്ല. ഒരു വെയിറ്റ് വലിയ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയത് വർക്കൗട്ട് ചെയ്തിട്ട്. പക്ഷെ ഒരു 100 ഗ്രാം പോലും കുറഞ്ഞിട്ടില്ല. അതങ്ങനെ തന്നെ ഉണ്ട്, കൂടുകയേ ചെയ്തിട്ടുള്ളൂ വെയിറ്റ്. ഇനി വേറെ ഒന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മൾ വീട് വരുമ്പോൾ പൂട്ടിയിട്ടിരിക്കുക, വീട് പൂട്ടിയിരിക്കുക, തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഈ മനുഷ്യന്റെ കയ്യിൽ താക്കോല് കയ്യിലുണ്ട്, പക്ഷെ വീട് തുറക്കുന്നില്ല. താക്കോല് പോക്കറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ വളരെ വിഷമത്തോട് വരും. വീട് തുറക്കാൻ പറ്റുന്നില്ല. സഹോദരന്മാർ, ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടി പറയുന്നു വെച്ചാല്, നമ്മളൊക്കെ അവകാശപ്പെടുന്നതാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നമ്മുടെ ഒരു അവകാശമാണ്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്നാണ് പലരും പറയുന്നത്. ഹൃദയത്തിൽ അങ്ങനെ വിശ്വാസമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല സഹോദരൻ, അങ്ങനെ കാര്യമില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രൂഫ്, തെളിവ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രൂഫ് എന്താ സഹോദരന്മാരെ? ഏറ്റവും ആദ്യത്തെ തെളിവ് ഞാൻ മുസ്ലിമാണ് എന്നത് 5 വഖത്ത് ജമാഅത്താണ്. അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മിഫ്താഹുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ താക്കോല്. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് വെച്ചാല്, സ്വർഗം പൂട്ടിയിട്ടിരിക്കുകയാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ പൂട്ടിയിട്ടിരിക്കുക. അതിന്റെ താക്കോല് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. അത് തുറക്കണമെങ്കിൽ ആ താക്കോല് പോക്കറ്റിൽ വെച്ചിട്ട് കാര്യമില്ല. താക്കോല് നഷ്ടപ്പെട്ടാലും നമുക്ക് വീട് തുറക്കാൻ പറ്റില്ല. അത് താക്കോല് ഉപയോഗിച്ചിട്ട് തന്നെ സ്വർഗത്തിന്റെ താക്കോല് ഇട്ടിട്ട് സ്വർഗം തുറക്കണം. സഹോദരന്മാരെ, നല്ലോണം ചിന്തിക്കുക, നല്ലോണം ബോധപൂർവം ചിന്തിക്കുക. നമ്മൾ ഈ ജിമ്മിൽ പോയ പോലെയാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ മഹാഭൂരിപക്ഷം പേരുടെ അവസ്ഥ. മുസ്ലിമാണോ, ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിൽ, ആധാറിൽ എല്ലായിടത്തും മുസ്ലിം എന്നാണ് അറിയപ്പെടുന്നത്. എന്റെയും നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരുടെ. പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ഒരു മസിൽ ബിൽഡ് ചെയ്യുന്നില്ല, ഒരു വെയിറ്റ് കുറയുന്നില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാ സഹോദരന്മാരെ? അള്ളാഹു തന്ന റിസോഴ്സസ്, അള്ളാഹു തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. അള്ളാഹുവെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. എത്രയോ മുസ്ലിങ്ങളുണ്ട് ജീവിതം മുഴുവനും ഒരു റക്കാത്ത് പോലും, ആകെ മയ്യത്തിസ്കാരം വല്ല ജുമാഅത്ത് നിസ്കരിച്ചല്ലാതെ വേറെ ഒരു ഫർള് നമസ്കരിക്കാതെ മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട്. ഇവരും സ്വർഗത്തിലേക്കാണോ സഹോദരന്മാര്? അങ്ങനെയാണ് ഫിർഔന് സ്വർഗത്തിലേക്ക് പോകണ്ടേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഫിർഔന് നമ്മളെക്കാട്ടി ഒച്ചത്തിൽ മുങ്ങി നശിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചോനെ ഞാൻ നിന്നിൽ വിശ്വസിച്ച്. അപ്പൊ ഇതേപോലെ മതിയോ സഹോദരന്മാര്? അള്ളാഹു അനീതിയാവൂലേ കാണിക്കുന്നത്? 70 വയസ്സ് 60 വയസ്സൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാതെ കുഫറിൽ അകപ്പെട്ടു പോയിട്ട് മരണപ്പെട്ടിട്ട് അവർക്ക് സ്വർഗം കിട്ടണമെന്ന് പറയുന്നത് വലിയ അള്ളാഹുവിന്റെ മുമ്പിൽ അനീതിയായിപ്പോ സഹോദരന്മാര്. അങ്ങനെയാണെങ്കിൽ ഫിറൗനെ അള്ളാഹു സ്വർഗത്തിൽ ഇട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. അള്ളാഹു മഹാകാരുണ്യവാനാണ്. ഞാൻ അള്ളാഹിന്റെ സ്വർഗത്തിന്റെ അവകാശി ഒന്നുമല്ല. അള്ളാഹു ആണ് സ്വർഗത്തിന്റെയും നരകത്തിന്റെ ഒക്കെ അവകാശികൾ. അള്ളാഹുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാവരും സ്വർഗത്തിൽ ഇട്ടോട്ടെ. പക്ഷെ അള്ളാഹു നീതിമാനാണ് സഹോദരന്മാരെ, നീതിമാനാണ്. ഈ നിസ്കരിക്കാതെ ഇങ്ങനത്തെ ശീലമായി പോയി മുസ്ലിം ഉമ്മത്തിന്. എന്നിട്ട് ഇതേ മനുഷ്യന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പണ്ഡിതന്മാരുടെ ഗതികേട് കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്.
എന്തുകൊണ്ട് സഹോദരന്മാരെ, പണ്ഡിതന്മാർ, 4 അയിമ്മകൾ, ഇമാമുകൾ, എല്ലാവരും പറയണ്ടല്ലോ ഇമാം ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണല്ലോ നമ്മൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന വലിയ അവകാശവാദം ഉണ്ടല്ലോ. ധൈര്യത്തിൽ പണ്ഡിതന്മാർ ഇപ്പൊ തുറന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറയും. നിസ്കരിക്കാത്ത മനുഷ്യന്മാരുടെ ഹുക്ം എന്താണ്? അവരുടെ അനന്തരാവകാശ സ്വത്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ? അവരെ നമ്മുടെ സ്വന്തം മയ്യത്ത് ഖബർ സ്ഥലത്ത്, മുസ്ലിങ്ങളെ ഖബറെടുക്കുന്ന ഖബർ സ്ഥലത്ത് അവിടെ വെക്കാൻ പറ്റുമോ? നിസ്കരിക്കാത്ത അഹങ്കാരികളായ ഭർത്താക്കന്മാരെ കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യമാരുടെ അവസ്ഥ എന്താണെന്ന് ധൈര്യമുണ്ട് തുറന്ന് പറയുന്നു സഹോദരന്മാര്. ഇതൊന്നും പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റില്ല, പേടിയാണ് സ്റ്റേജിൽ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ആ സ്റ്റേജിൽ തന്നെ കുറെ സമ്പന്നരും കുറെ പ്രമാണിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇവർക്ക് അറിയുന്നുണ്ട്. ഇവരൊന്നും കൃത്യമായിട്ട് നമസ്കരിക്കാത്തവരാ. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ വലിയ ഫിത്നയാവും. പിന്നെ അടുത്ത സമ്മേളനത്തിന് വരൂല, അടുത്ത സമ്മേളനത്തിന് കാശ് കിട്ടൂല. ധൈര്യം വേണ്ടി പറയൂ എന്റെ പൊന്നാര പണ്ഡിതന്മാരെ. നിങ്ങൾ പറയാ, നമ്മൾക്കറിയാലോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യാൻ പെടാൻ പോകുന്ന 5 നേരത്തെ നമസ്കാരം. അപ്പൊ ആ 5 നേരത്തെ നമസ്കാരം കൃത്യമായി പെർഫെക്റ്റ് ആയി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പെർഫെക്റ്റ് ആവും, വിചാരണ എളുപ്പമാവും. നിസ്കാരമേ ഇല്ലാത്ത അവസ്ഥ എന്തായിരിക്കും സഹോദരന്മാരെ? കുഫ്റകപ്പെട്ടതാണ്. നിങ്ങൾ ഫത്വകൾ പഠിക്കണം, ഞാൻ പഠിച്ചുകൊണ്ട് പറയാണ്. ഈ ഇമാമുകളൊക്കെ പറയുന്ന ഫത്വകളൊക്കെ നെട്ടിപ്പോവും. ഇവിടെ കേരളത്തിൽ പിന്നെ അങ്ങനത്തെ മുസ്ലിങ്ങളെ ഉണ്ടാവില്ല. നമ്മളെ പ്രശ്നം എന്താ അറിയോ? നമ്മളിപ്പോ ഞാനൊരു കോടീശ്വരനെ വെച്ചോളൂ, ഞാൻ ഓരോ കോടി ഇവിടുത്തെ കേരളത്തിൽ 5 സംഘടനകൾ കൊടുത്താല് 5 സംഘടനകൾ എന്നെ പൊന്നുപോലെ പൊക്കി കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റേജ് കയറ്റി ഇരുത്തിയിട്ട് എന്നെയും ഒരുപാട് പുകഴ്ത്തി തരും. അസ്തഗ്ഫിറുല്ലാ. ഇങ്ങനത്തെ പണ്ഡിത സമൂഹമാണ് എന്നുള്ളത് ലോകത്ത്. അതുകൊണ്ട് തന്നെ കരുതിക്കൊള്ളുക എന്റെ പൊന്നാര പണ്ഡിതന്മാരെ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീന മര്യാദയ്ക്ക് കൃത്യമായിട്ട് സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു മായ്ച്ചു കളിയും. നിങ്ങളെ കൊണ്ട് ഈ ദുനിയാവിൽ ആർക്കൊന്നിനും ഒരു ഗുണം. നിങ്ങൾ വലിയ ഇന്നോവയിലും ഇടക്കിടക്ക് മറ്റേ വലിയ എയർ ഇന്ത്യയിലൊക്കെ പോയിട്ട് ഇടക്കിടക്ക് ഗൾഫിലൊക്കെ പോകും, അത് ശരിയാണ്. പക്ഷെ നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടാവില്ല. നിങ്ങൾ മരണത്തോടെ നിങ്ങൾ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ മനുഷ്യൻ നിങ്ങളെ പറ്റി ചർച്ച ചെയ്യില്ല സഹോദരന്മാരെ. എന്തുകൊണ്ട്? അവർക്ക് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. ഇവിടെ എന്താ സംസാരിക്കുന്നത്? മരണപ്പെട്ടവർ കേൾക്കുവോ, ജിന്നിനോട് സഹായം തേടുവോ, എന്റെ വീട്ടിന്റെ മുറ്റിൽ പുറത്ത് മുട്ടയിട്ടാൽ എനിക്ക് രോഗം വരുമോ, സിഹർ വലിക്കുവോ, ഇതൊക്കെ പണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ യുവാക്കൾക്ക് ദൈവമുണ്ടോ എന്ന് തന്നെ സംശയം. നിസ്കരിക്കാത്തൊരു വൃത്തികെട്ടൊരു ഉമ്മത്താണ് മഹാഭൂരിപക്ഷം. നിസ്കരിക്കുന്നവരെന്നെ ജമാഅത്തിന് വരാത്തവരാണ് മഹാഭൂരിപക്ഷം. പലിശ തിന്നും, ദൂർത്തടിക്കുന്നു, ഹിജാബ് ധരിക്കാത്ത ഇങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ പണ്ഡിതന്മാർ എന്തൊക്കെയാണ്? അവരെ ആവശ്യത്തിന് വേണ്ടി, അവരെ സംഘടന നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാ കാര്യം ചെയ്യുന്ന സഹോദരന്മാര്. അവരുടെ മൈഷത്ത് നഷ്ടപ്പെട്ടു പോകരുത്, അവരുടെ ജോലി പോയി പോകരുത്, അവരുടെ സ്ഥാനമാനങ്ങൾ പോകരുത്. അസ്തഗ്ഫിറുല്ലാഹ്. ഈ അടുത്തൊരു പള്ളി കമ്മിറ്റി പോലെ ഒരാൾ വന്ന് വിഷമം പറയാം, ഫുൾ ഇന്റേണൽ പൊളിറ്റിക്സ് പള്ളി കമ്മിറ്റിന്റെ ഉള്ളിൽ. അപ്പൊ ആർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടണം, ആർക്കൊക്കെ അതിന്റെ പേരിൽ ക്രെഡിറ്റ് കിട്ടണം. അസ്തഗ്ഫിറുല്ലാഹ്. ഗുണം പിടിക്കില്ല സഹോദരന്മാർ, ഉമ്മത്തിന് ഗുണം പിടിക്കില്ല. അള്ളാഹുവാണ് സത്യം. ഇങ്ങനത്തെ പണ്ഡിത സമൂഹം ജനങ്ങളും മുസ്ലിങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തുടച്ച് മാറ്റി വൃത്തിയാക്കിയിട്ട് വേറൊരു ജനതയെ കൊണ്ടുവരും. ഉറപ്പ് സഹോദരന്മാരെ. നിഷ്കളങ്കരായ സാധാരണ മനുഷ്യന്മാരെ കൊണ്ടുവരും അള്ളാഹു. അവര് സത്യസന്ധമായ ജോലി ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ദാവത്ത് ചെയ്യുന്ന ഒരു വേറെ വിഭാഗത്തെ അള്ളാഹു ഉയർത്തി കൊണ്ടുവരും സഹോദരന്മാരെ. നമ്മളാരും തെറ്റിച്ചു വിടുവോ? ഇവരുള്ളത് കൊണ്ട് ഖുർആനും സുന്നത്തും, ഇനി ഇവര് മരണപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോ ഇവിടെ ഖുർആനും സുന്നത്തും ഉണ്ടാവും, ഒന്നും ചിന്തിക്കേണ്ട സഹോദരൻ. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എന്താ വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു ഒരു പ്രവാചകൻ കൂടി വരാത്ത കേരളത്തിൽ പോലും ഒരുപാട് പേർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു പണ്ഡിതന്മാരെ മായ്ച്ചു കളഞ്ഞിട്ട് വേറൊരു വിഭാഗത്തെ കൊണ്ടുവരും. ഞാനിത് ആദ്യമായിട്ട് പറയാ വെച്ചാൽ ഏറ്റവും ആദ്യം ഒരു നമ്മളെ കലിമത്ത് തൗഹീദിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ നമസ്കാരം. അപ്പൊ നമ്മളിലേക്ക് നോക്കി ഇത് എന്തുകൊണ്ടാണ് നമസ്കരിക്കാതെ വെച്ചാല് നമസ്കരിച്ചിട്ട് നമുക്കൊരു ഗുണം കിട്ടുന്നില്ല എന്നാണ് പലർക്കും തോന്നല്. ഇപ്പൊ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ, അയ്യോ വിശക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകാൻ പറ്റില്ല, രാവിലെ ക്ഷീണിക്കും, ജോലി ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും സഹോദരന്മാരെ. മൂത്രമൊഴിക്കാൻ മുട്ടിയാലേ, മലമൂത്ര വിസർജനം ചെയ്താലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എന്താ, നമ്മൾ എന്തായാലും മലമൂത്ര വിസർജനം ചെയ്തിട്ടേ പുറത്തിറങ്ങുള്ളൂ. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഉണ്ടാവുന്നുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആരും പറഞ്ഞില്ല, ഇന്നവരാരും ഉപദേശിച്ചില്ല ഭക്ഷണം കഴിക്കണം, മൂത്രമൊഴിക്കണം, മലമൂത്ര വിസർജനം ചെയ്യണം, ആരും പറഞ്ഞിട്ടില്ല.
പിന്നെ നിസ്കാരത്തിന് മാത്രം എന്താ ഗുണം? അത് നിസ്കരിച്ചില്ല എന്താണ്? നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തൊട്ടടുത്ത ആൾക്കാർക്ക് ചോദിച്ചു വെച്ചേക്കും. ഒരു നമസ്കാരം ഒഴിവാക്കിയപ്പോൾ എന്തെങ്കിലും സംഭവിക്കോ? എന്തെങ്കിലും സംഭവിക്കോ സഹോദരന്മാരെ? ക്യാൻസർ വരുമോ? ആക്സിഡന്റ് സംഭവിക്കോ? എന്തെങ്കിലും സംഭവിക്കണ്ട? ഇല്ലല്ലോ. ചിലപ്പോൾ പലപ്പോഴും ഞാൻ നിസ്കാരം ഒഴിവാക്കിയ ആൾക്കാർക്ക് കാശ് കൂടും. ഡോക്ടർമാർക്കൊക്കെ ഇപ്പൊ മഗ്‌രിബ് വശക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോഴേ പേഷ്യൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ കാശ് കൂടുകയേ ചെയ്യാ സഹോദരന്മാരെ, ഉറപ്പാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. ഞാൻ കഴിയുന്നത്ര ജമാഅത്ത് നിസ്കരിക്കുക. അപ്പൊ പണ്ട് പേഷ്യൻസ് വല്ലാതെ കൂടി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, അല്ലാഹ് പേഷ്യൻസ് കുറയ്ക്കണേ ആവശ്യമില്ല. പേഷ്യൻസ് നിർത്തി, എണ്ണം വെച്ച് നിർത്തി. അപ്പൊ ഇടക്ക് 1-2 ഏശ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹ് വല്ലാത്ത ദുഃഖമുണ്ട്. അപ്പോൾ തന്നെ പ്രളയം കയറി വീട്ടിൽ കയറി വന്ന് അൽഹംദുലില്ലാ പ്രളയം കയറി പഠിച്ചോന് ഇഷ്ടപ്പെട്ടില്ല. അള്ളാന്റെ ഏശ ജമാഅത്തിനൊന്നും പോകാതെ ഇവിടെ ഇങ്ങനെ പേഷ്യൻസിനെ നോക്കിയിരുന്ന് കുത്തിയിരുന്ന് കാശുണ്ടാക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടം. അന്ന് തൊട്ട് നിർത്തി. മഗ്‌രിബ് ഏഷ്യന്റെ എത്ര മുമ്പ് ഗേറ്റൊക്കെ പൂട്ടിയിട്ടും ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടൊന്നും സഹോദരന്മാരെ കാശ് കൂടുകയേ ചെയ്യുള്ളൂ. നല്ലോണം പഠിക്ക് സഹോദരന്മാരെ. നമ്മൾ നിസ്കരിക്കാതെ നിൽക്കുമ്പോഴേ കാശും പേരും പ്രശസ്തിയും ആൾക്കാരും വണ്ടിയും എല്ലാം കൂടുകയേ ചെയ്യുള്ളൂ. ഒന്ന് നല്ലോണം ബോധപൂർവ്വം ജീവിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പറഞ്ഞറിയിച്ചു. നമ്മൾക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യം, ലോകർക്ക് വേണ്ടി കാരുണ്യവാനായ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഫജ്ർ ജമാഅത്തിന് വരാത്തവരുടെ വീട് പോയിട്ട് തീ കത്തിച്ച് നശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. ഇത് സ്വഹീഹായ ഹദീസാണല്ലോ. എന്തുകൊണ്ട് പണ്ഡിതന്മാർ ഇതിന് ഗൗരവം എടുക്കുന്നില്ല? ഫജ്ർ നിസ്കരിക്കാത്ത ആരും തന്നെ മെമ്പർഷിപ്പിന് വരണ്ട. ഫജ്ർ നിസ്കരിക്കാത്ത ആരും തന്നെ സമ്മേളനത്തിൽ വരരുത്. നശിച്ച സമ്മേളനമായി പോ സഹോദരന്മാരെ. വെറുതെ അല്ലല്ലോ ഇവിടുത്തെ സംഘടന 3, 4, 5 കഷ്ണങ്ങളാണ്. അല്ലാണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുക? ഒരു ബർക്കത്തുണ്ടാവില്ല സംഘടനക്ക്. നമ്മൾ വലിയ നബിന്റെ കാട്ടി വലിയ ഒരു നല്ല മുസ്ലിം ഒന്നാവണ്ടേ? ഇന്ന് പണ്ഡിതന്മാർക്ക് എല്ലാറ്റിനും ഫത്വയുണ്ട്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമാണ് എല്ലാ ദിവസവും ഫജ്ർ നിസ്കരിക്കുന്ന വ്യക്തി ഒരു ദിവസം കടന്നുറങ്ങി പോകുന്നതല്ല. അത് അല്ലാഹു മഹാകാരുണ്യവാനാ. ഇതല്ല, നിസ്കരിക്കാത്ത വ്യക്തിയെ പറ്റിയല്ല പറഞ്ഞത്. ഫജ്ർ ജമാഅത്തിന് പള്ളിയിൽ വരാത്തവരെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യവാനായ പ്രവാചകൻ പറയുന്ന വാക്ക്. അപ്പൊ നമ്മൾ റസൂലിനെ കാട്ടി വലിയൊരു കാരുണ്യവാനൊന്നും ഞാനും നിങ്ങളൊന്നും ആവണ്ട. നമ്മൾ അതിന്റെ കാട്ടി വലിയ ഫത്വൊന്നും കൊടുക്കണ്ട. ഫജ്ർ ഇവിടെ നിസ്കരിക്കാത്ത ആൾക്കാരെ പോലും സ്റ്റേജ് കയറ്റി കുത്തിയിരുത്തിച്ച് അവരെ പുകഴ്ത്തിയിട്ട് അവര് ഈ പാവപ്പെട്ട ജനങ്ങളെ 5 നിസ്കരിക്കുന്നവരെ നിലത്തിരുന്നിട്ട് കേൾക്കുക. എവിടുന്ന് ബർക്കത്തുണ്ടാകാനാ സഹോദരന്മാരെ സംഘടന? അത് പിളർന്നുകൊണ്ടേയിരിക്കും, അത് പിളർന്ന് നശിച്ചുകൊണ്ടേയിരിക്കും സഹോദരന്മാരെ. എനിക്ക് ആരോടൊരു വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. അത് വിധേയത ഒന്നുമല്ല. മറിച്ച് നിസ്കരിക്കാത്തവർക്ക് ബർക്കത്ത് ഉണ്ടാവില്ല സഹോദരന്മാരെ. ഒരു അന്ധൻ നബീന്റെ അടുത്ത് ചോദിച്ചു, നബി എനിക്ക് കണ്ണ് കാണില്ല, കുറച്ച് ദൂരത്താണ്, അപ്പൊ ഫജറിന് വരണോ ഏശാക്ക് വരണോ? അപ്പൊ നബി ചോദിച്ചു, നിനക്ക് ബാങ്ക് കേൾക്കാൻ പറ്റും? അല്ലാതെ തീർച്ചയായിട്ടും വരണം. നബി പറഞ്ഞ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അസർ ഒഴിവാക്കിയാൽ ഒരു കുടുംബം മുഴുവൻ ബാപ്പയും ഉമ്മയും മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാട്ടി വലുതാണ് ഒരു അസർ നിസ്കരിക്കാതിരിക്കാന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. എന്റെ വീട്ടില് ബാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ എല്ലാരും ഉണ്ട്. എല്ലാരെയും ഒരു ബോംബിട്ട് എല്ലാരും മരിച്ച് വീട് ബോംബിട്ട് നശിച്ച് എല്ലാരും മരിച്ച്, എല്ലാരുടെ മയ്യത്തിന്റെ മുമ്പില്. അതിനെക്കാട്ടി വലുതാണ് അസർ ജമാഅത്ത്. അസർ നഷ്ടപ്പെടുക. നമ്മക്ക് എന്താണ്? നമ്മളിവിടെ ഫജറും അസറും എല്ലൊക്കെ നഷ്ടപ്പെട്ടിട്ട് എത്രയോ കൊല്ലങ്ങളായി. നിസ്കാരം തന്നെ ഇല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊക്കെ എന്തുകൊണ്ടാ സഹോദരന്മാരെ? നമുക്ക് ഈ നമസ്കാരം കൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് തോന്നുന്നോണ്ടാണ്. അതിനോടൊരു എഫക്റ്റ് ഇല്ല. എന്തുകൊണ്ടാ? അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നില്ല. ഏതൊരു കാര്യം എഫേർട്ട് ഇട്ടാലേ കിട്ടുള്ളൂ സഹോദരന്മാരെ. അള്ളാഹു നമ്മൾക്ക് MBBS, MD, PhD ഒക്കെ തന്നത് വെറുതെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എഫേർട്ട് ഇട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വായിച്ചോണ്ട് കിട്ടുന്നു. ഇതേപോലെ നമസ്കാരത്തിന് വേണ്ടി എഫേർട്ട് ഇടണം സഹോദരന്മാര്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരം നമസ്കാരമാണെന്ന് തിരിച്ചറിയാത്തോടത്ത കാലം നിങ്ങൾക്ക് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത ഉണ്ടാവില്ല. നല്ലോണം ചിന്തിക്കുക. അല്ല എന്ത് വിഷമത്തിന് എന്താ പറഞ്ഞ? ക്ഷമിക്കുക, നിസ്കരിക്കുക. അത് സഹാബാക്കൾ മനസ്സിലാക്കി സഹോദരന്മാരെ. അതുകൊണ്ട് ഏത് പ്രശ്നത്തിനും ഉടനെ നമസ്കാരം. മഴ വേണോ? മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കും. ഗ്രഹണമായോ? അതാ നിസ്കരിച്ചു തുടങ്ങി. അവനവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിസ്കരിച്ചു തുടങ്ങി. അല്ലാഹുവേ എന്റെ പ്രശ്നങ്ങൾക്ക് നിസ്കാരം മതി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഏറ്റവും ആദ്യം ഫർള് 5 നിസ്കാരത്തിന് കാട്ടി മുമ്പ്
തഹജ്ജുദാണ് ശീലമാക്കിയത്. ഏറ്റവും ആദ്യത്തെ കാലഘട്ടത്തിൽ സഹാബാക്കൾക്ക് നിർബന്ധമാക്കിയത് തഹജ്ജുദ. അതിലൂടെയാണ് അവർക്ക് ദഅവത്തിന് കരുത്ത് നേടുന്നത്. ഇവിടെ തഹജ്ജുദും ഇല്ല, ഫജ്റും ഇല്ല. കുറച്ച് കാശ് കൊടുത്താൽ സംഘടനാ മെമ്പർഷിപ്പും കിട്ടും. ഇയാളെങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നത് വൃത്തികെട്ട ഒരു സമ്പ്രദായമുള്ള അള്ളാഹു. നിങ്ങൾ ചിന്തിച്ചു നോക്കും. അപ്പൊ തഹജ്ജുദ് ശീലമാക്കിയ പിന്നെ പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഒരു കുഴപ്പമില്ല. അവർക്ക് പിന്നെ രാവിലെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ സഹോദരന്മാരെ. രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന സഹാബാക്കൾക്ക് പിന്നെ രാവിലത്തെ ഫജ്റിന് എന്താ ബുദ്ധിമുട്ട്? നമുക്ക് ഈ ഫജ്ർ പോലും നമുക്ക് പറ്റുന്നില്ല, നമസ്കാരം തന്നെ പറ്റുന്നില്ല. എന്നല്ലോ നമ്മൾക്ക് ആഗ്രഹം എന്താണ്? അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്ത് ഉണ്ടാവണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. വിനീതമായ അഭ്യർത്ഥന സഹോദരന്മാരെ, ആരോടൊരു വിദ്വേഷം, അസൂയ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ 5 വഖ്ത് ജമാഅത്ത് അത് കൃത്യനിഷ്ഠയോടെ നിസ്കരിച്ചിനെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് അള്ളാഹു ഒരുപാട് സൽക്കർമ്മം ചെയ്യാനുള്ള വാതിലുകൾ നിങ്ങൾക്ക് തുറന്നിട്ട് തരും. അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ട് തരും. സഹോദരന്മാരെ, ഇത് ഹിദായത്ത് കിട്ടിയെന്ന് അന്ന് തൊട്ട് മനസ്സിലാക്കിയ കാര്യം എല്ലാവരോടും പറയുന്നത്. പക്ഷെ ആർക്കും കേൾക്കാൻ താല്പര്യമില്ല, പോകാൻ താല്പര്യമില്ല. വേറെ എന്തൊക്കെയോ ആണ് ദുനിയാവിൽ താല്പര്യം. ഒരു ദിവസം മലക്കുൽ മൗത്ത് ഇറങ്ങും. അന്ന് നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. അള്ളാഹു നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് 5 ജമാഅത്ത് നമസ്കരിക്കുന്ന മുത്തഖീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. അതൊരു സങ്കല്പിച്ചാൽ മാത്രം മതി. ഒരു മനുഷ്യൻ ജിം ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്ത്. ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കും, എന്നിട്ട് വല്ലപ്പോഴൊക്കെ അവിടെ പോകും. പോയിട്ട് പുറത്ത്